15 മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് വിപണി താഴുന്നു എന്ന വാർത്തകൾക്കു പിന്നാലെ ചെറുകിട വ്യവസായ മേഖലയിലും പ്രതിസന്ധി രൂക്ഷമാണ് എന്നാണ് റിപ്പോർട്ട്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് എന്ന് സൂചനകൾ വ്യക്തമാക്കി ഓഹരി വിപണിയും കൂപ്പുകുത്തുകയാണ്. 20 വർഷത്തിനിടയിൽ ഏറ്റവും മോശമായ വിൽപ്പനയാണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മേഖലയിലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മോട്ടോർ സൈക്കിൾ വിൽപ്പനയിൽ ബജാജിന് 21% കച്ചവടമാണ് കഴിഞ്ഞ മാസം കുറഞ്ഞത്. കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ മേഖലയിൽ 6% വിൽപ്പനയും കുറഞ്ഞിരിക്കുകയാണ്. TVS മോട്ടോർ സൈക്കിളുകളുടെ വിൽപ്പനയിൽ 20% ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ 3 ചക്ര വാഹനങ്ങളുടെ വിൽപ്പനയിൽ 11% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അശോക് ലെയ്ലാൻഡിന് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വാഹന വിൽപ്പനയിൽ നേരെ പകുതിയായി കുറയുകയായിരുന്നു. ദോസ്ത് മിനി ട്രക്ക് പോലെയുള്ള വാഹനങ്ങളുടെ മേഖലയിൽ 11% വിൽപ്പനയാണ് ഇടിഞ്ഞതെങ്കിൽ വലിയ കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ വിൽപ്പനയിൽ 63% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ മാരുതിയും മഹീന്ദ്രയും എല്ലാം അവരുടെ നഷ്ടങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. വാഹന വിപണിക്ക് പുറമെ ബിസ്ക്കറ്റ്, തുണിമില്ല് വ്യവസായം തുടങ്ങിയ മേഖലകളിലെല്ലാം അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. കാർ വിപണിയിൽ മഹീന്ദ്രയുടെ വിൽപ്പനയിൽ 25% ഇടിവാണെന്നാണ് കമ്പനി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. പ്രാദേശിക വിപണിയിൽ 26% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി വിപണിയിൽ ഓഗസ്റ്റിൽ മാത്രം നേരിട്ടത് 32.7% ഇടിവാണ്. പ്രാദേശിക വിപണിയിൽ 34.3% ഇടിവും ഉണ്ടായിട്ടുണ്ട്. ഓൾട്ടോ, വാഗണാർ പോലെയുള്ള ചെറിയ കാറുകളുടെ വിപണിയിൽ 71.8% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ഓഹരി വിപണിയും കൂപ്പുകുത്തിയിരിക്കുകയാണ്. S&P, BSE, സെൻസെക്സും NSE, നിഫ്റ്റും 50 സൂചികകളും കുത്തനെ താഴ്ന്നിരിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷത്തെ അപേക്ഷിച്ച് രാജ്യത്തെ സാമ്പത്തിക വളർച്ച ഏറ്റവും താഴ്ന്ന നിരക്കായ 5%-ലെത്തിയിരിക്കുകയാണ്. രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്നതിന്റെ സൂചനയായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ ഇതിനെ കാണുന്നത്. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയും US-ചൈന വ്യാപാര ബന്ധവും വഷളായതും വിപണിയെ ബാധിക്കുന്നതായാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Monster.